അപ്പോൾ സോയാബീനും കോഴിമുട്ടയും കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. 100 ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളപ്പിച്ച വെള്ളം പാർന്നു കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ അതിന് വെന്ത് കിട്ടും. പിന്നെ അത് ചൂടാറിയതിന് ശേഷം നല്ല വെള്ളം പാർന്നിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക. അതേപോലെ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതാകണ്ടില്ലേ, ഇതേപോലെ ഇത് കുറച്ച് നേരം റസ്റ്റിന് എടുക്കട്ടെ. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തോളി. അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, അത്ര തന്നെ ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് വഴറ്റിൻ്റെ എടുത്തോളി. പിന്നെ അതിലേക്ക് ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടുണ്ട് വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് ആദ്യം മാറ്റി വെച്ച് സോയാബീൻ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ അതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വാരുക. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ സോയാബീനും മുട്ടയും ചേർത്തിട്ട് നല്ല രൂപം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോളിയും. അടിപൊളിയാണ് കേട്ടോ.